നിങ്ങളുടെ അടുത്ത പോർഷനാണിത്. സീപ്പേജ് എന്നുള്ളതാണ് അടുത്ത പോർഷൻ. അപ്പോൾ സീപ്പേജ് ഇസ് സ്ലോ എസ്കേപ്പ് ഓഫ് എ ലിക്വിഡ് ഓർ ഗ്യാസ് ത്രൂ പോറസ് മെറ്റീരിയൽ ഓർ സ്മോൾ ഹോൾസ്. അതായത് ഈ ചെറിയ ഒരു ഹോൾ സ്പേസിൽ കൂടെയോ അല്ലെങ്കിൽ ഒരു പോറസ് മെറ്റീരിയലിൽ കൂടെയൊക്കെ വാട്ടർ അല്ലെങ്കിൽ ഗ്യാസ് പാസ് ചെയ്യുന്നതിനാണ് നമ്മൾ സീപ്പേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സീപ്പേജിൻ്റെ എയിം എന്ന് പറയുന്ന ഈ മൂന്നാണ് ഇതിൻ്റെ എയിം. അതായത് ഈ സീപ്പേജ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതായത് ടു ഫൈൻഡ് ദി ഡിസ്ചാർജ് ഓഫ് സീപ്പേജ് ത്രൂ ആൻഡ് ബീനീത്ത് ദി സ്ട്രക്ചർ, പിന്നെ ടു ഫൈൻഡ് അപ്ലിഫ്റ്റ് പ്രഷർ അണ്ടർ ദി സ്ട്രക്ചർ ആൻഡ് ടു ഫൈൻഡ് സൊല്യൂഷൻ ഫോർ ഫൗണ്ടേഷൻ ആൻഡ് പൈപ്പിംഗ് ഫെയിലിയേഴ്സ്. അപ്പോൾ ഈ ഒരു കാര്യത്തിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ സീപ്പേജ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതൊരു ആപ്ലിക്കേഷനാണ്, ഗ്രൗണ്ട് വാട്ടർ ഹൈഡ്രോളിക്സിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് സീപ്പേജ് എന്നുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. പിന്നെ ഈ സീപ്പേജിന് തിയറീസ് വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് മേ ബി എയ്തർ ബി ഫൗണ്ടഡ് ഓൺ ആൻ ഇംപെർവിയസ് സോളിഡ് റോക്ക് ഫൗണ്ടേഷൻ ഓർ ഓൺ പെർവിയസ് ഫൗണ്ടേഷൻ. അപ്പോൾ പെർവിയസും ഇംപെർവിയസും എന്തോന്നുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും. പെർവിയസ് ഫൗണ്ടേഷൻ എന്ന് ഉദ്ദേശിക്കുന്ന വാട്ടർ പാസ് ചെയ്ത് പോകുന്ന ആ ഒരു ഫൗണ്ടേഷനാണ് പെർവിയസ് എന്നുള്ളത്. ഇംപെർവിയസ് എന്ന് പറഞ്ഞാൽ വാട്ടർ ഒരിക്കലും പാസ് ചെയ്ത് പോകാത്തത്. അതായത് സീപ്പേജ് നടക്കുന്നത് എപ്പോഴും പെർവിയസ് ഫൗണ്ടേഷനിലായിരിക്കും, കാരണം അവിടെയാണ് ഹോൾ സ്പേസ് ഉള്ളത്. അപ്പോൾ അതുവഴിയേ വാട്ടർ പാസ് ചെയ്യത്തുള്ളൂ. ഇംപെർവിയസ് ഫൗണ്ടേഷനിൽ ഒരിക്കലും വാട്ടർ പാസ് ചെയ്യത്തില്ല, അതുകൊണ്ട് അവിടെ സീപ്പേജ് നടക്കത്തില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ ഹൈഡ്രോളിക് സ്ട്രക്ചർ എന്നുള്ളത് എപ്പോഴും ഒരു പെർവിയസ് ഫൗണ്ടേഷനിലോ അല്ലെങ്കിൽ ഇംപെർവിയസ് ഫൗണ്ടേഷനിലായിരിക്കും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് മേ ഇതർ ബി ഫൗണ്ടഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഫൗണ്ടഡ് ഓൺ ആൻ ഇംപെർവിയസ് സോളിഡ് റോക്ക് ഫൗണ്ടേഷൻ ഓർ ഓൺ പെർവിയസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിലായിരിക്കും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. whenever such a structure is founded on pervious foundation, it is subjected to seepage of water beneath this structure in addition to all other forces. അപ്പോൾ അതാണ് ഈ പെർവിയസ് ഫൗണ്ടേഷനിലാണ് നമ്മളൊരു ഹൈഡ്രോളിക് സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ, കാരണം പെർവിയസ് ഫൗണ്ടേഷനിൽ കൂടെ എപ്പോഴും വെള്ളത്തിന് പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഒരു സീപ്പേജ് സംഭവിക്കും. അതാണ് ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു സീപ്പേജ് ഓഫ് വാട്ടർ ബിനീത്ത് ദി സ്ട്രക്ചർ ഇൻ അഡീഷൻ ടു ഓൾ അതർ ഫോഴ്സസ്. വേറെ എല്ലാം ഫോഴ്സ് അവിടെ ആക്ട് ചെയ്താലും അതുവഴി വാട്ടർ പാസ് ചെയ്ത് പോകും. അപ്പോൾ ദി വാട്ടർ സീപ്പിംഗ് ബിലോ ദി ബോഡി ഓഫ് ദി ഹൈഡ്രോളിക് സ്ട്രക്ചർ എൻഡേഞ്ചർ ദി സ്റ്റെബിലിറ്റി ഓഫ് ദി സ്ട്രക്ചർ ആൻഡ് മേ കോസ് ഇറ്റ്സ് ഫെയിലർ. അപ്പോൾ അങ്ങനെ ഒരു ഹൈഡ്രോളിക് സ്ട്രക്ചറിൽ വാട്ടർ സീപ്പേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആ സ്ട്രക്ചറിൻ്റെ സ്റ്റെബിലിറ്റി അത് ബാധിക്കും. ആ സ്റ്റെബിലിറ്റി അത് ബാധിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഫെയിലർ സംഭവിക്കും. ഫെയിലർ എന്ന് ഉദ്ദേശിക്കുന്ന ആ ഒരു സ്ട്രക്ചറിനെ ഡിസ്ട്രക്ഷൻ സംഭവിക്കും, അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ കൊളാപ്സ് ചെയ്യും. അപ്പോൾ അങ്ങനെ ആ സ്ട്രക്ചർ നശിച്ചു പോവും ഈ ഒരു വാട്ടർ സീപ്പേജ് കാരണം അതിൻ്റെ സ്റ്റെബിലിറ്റി അത് ബാധിച്ചു. അപ്പോൾ അതാണ് ഈ പറയുന്ന മേ കോസ് ഇറ്റ്സ് ഫെയിലർ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പ് ഫെയിലർ ഉണ്ട്. ഒന്നാണ് പൈപ്പിംഗ്, ഓൾസോ കോൾഡ് അണ്ടർമൈനിങ്. പൈപ്പിങ്ങിന് തന്നെയാണ് നമ്മൾ അണ്ടർമൈനിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡയറക്റ്റ് അപ്ലിഫ്റ്റ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഈ ഫെയിലേഴ്സ്. ഈ പറയുന്ന ഒരു സീപ്പേജ് കാരണം ഉണ്ടാകുന്ന രണ്ട് ഫെയിലേഴ്സാണ് പൈപ്പിങ്ങും ഡയറക്റ്റ് അപ്ലിഫ്റ്റും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഫെയിലർ ബൈ പൈപ്പിംഗ് ഓർ അണ്ടർമൈനിങ് ആണ്. അപ്പോൾ വെന്നെവർ സീപ്പേജ് വാട്ടർ റീറ്റെയിൻസ് sufficient residual force at the emerging downstream end of the work, it may lift up the soil particles. This leads to increased porosity of the soil by progressive removal of soil from beneath the foundation. അപ്പോൾ നമ്മൾ ഇവിടെ ഈ രണ്ടാമത്തെ ഒരു ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. ഈ രണ്ടാമത്തെ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതൊരു ഹൈഡ്രോളിക് സ്ട്രക്ചർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുവാണ്. അപ്പോൾ ഇവിടെ ഒരു വാട്ടർ സീപ്പേജ് ഉണ്ടാകുന്നുണ്ട്. വാട്ടർ ഇതിൻ്റെ താഴോട്ട് ഈ ഫൗണ്ടേഷൻ വഴി ഇങ്ങനെ വാട്ടർ ഇങ്ങനെ പാസ് ചെയ്ത് ഇങ്ങനെ പോവാണ്. അപ്പോൾ അങ്ങനെ ഒരു വാട്ടർ ഒരു സീപ്പേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഉള്ള ഈ സോയിലിനെയൊക്കെ ഇത് ലിഫ്റ്റപ്പ് ചെയ്യും. ഈ വെള്ളം അങ്ങനെ ഇറങ്ങി പോകുന്നതുകൊണ്ട് ഇതിൻ്റെ ഫൗണ്ടേഷനിലുള്ള സോയിലിനെയൊക്കെ ലിഫ്റ്റപ്പ് ചെയ്യും. അങ്ങനെ സോയിലിനെ ലിഫ്റ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് സോയിലിൻ്റെ പോറോസിറ്റിയെ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ സോയിലിൻ്റെ പോറോസിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ സോയിൽ അവിടുന്ന് റിമൂവ് ആവും. ആ ഫൗണ്ടേഷനിലുള്ള സോയിലൊക്കെ അങ്ങ് റിമൂവ് ആയി പോകും, അതിൻ്റെ പോറോസിറ്റി കൂടി. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ അൾട്ടിമേറ്റ്ലി എന്ത് സംഭവിക്കും? അതാണ് ഇത് സ്ട്രക്ചർ മേ അൾട്ടിമേറ്റ്ലി സബ്സൈഡ് ഇൻ ടു ദി ഹോളോസ് ഓഫ് ഫോം റിസൾട്ടിങ് ഇൻ ദി ഫെയിലർ ഓഫ് ദി സ്ട്രക്ചർ. അതായത് ആ സ്ട്രക്ചർ അവസാനം അത് കൊളാപ്സ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ ഒരു ഫെയിലർ ഉണ്ടാവും. അപ്പോൾ അതാണ് ഫെയിലർ ബൈ പൈപ്പിംഗ് ഓർ അണ്ടർമൈനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വാട്ടർ സീപ്പേജ് കാരണം ഇവിടുത്തെ സോയിൽ പാർട്ടിക്കിൾസിനെയൊക്കെ ലിഫ്റ്റപ്പായി. സോയിൽ പാർട്ടിക്കിൾസ് ലിഫ്റ്റപ്പ് ആയതുകൊണ്ട് എന്ത് സംഭവിച്ചാൽ സോയിലിൻ്റെയൊക്കെ പോറോസിറ്റിയെ അത് ബാധിച്ചു. ആ പോറോസിറ്റി ഇൻക്രീസായി. പോറോസിറ്റി ഇൻക്രീസ് ആയപ്പോഴത്തേക്ക് ആ സോയിലൊക്കെ റിമൂവ് ആയി അവിടുന്ന്. അങ്ങനെ റിമൂവ് ആയി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ഈ സ്ട്രക്ചർ ഫൈനലി കൊളാപ്സ് ചെയ്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഫെയിലർ സംഭവിച്ചു. അപ്പോൾ അതാണ് ഫെയിലർ ബൈ പൈപ്പിംഗ് ഓർ അണ്ടർമൈനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് ഫെയിലറാണ് ഫെയിലർ ബൈ ഡയറക്റ്റ് അപ്ലിഫ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ സീപ്പേജ് കാരണം ഉണ്ടാകുന്ന ഒരു ഫെയിലറാണ് ഫെയിലർ ബൈ ഡയറക്റ്റ് അപ്ലിഫ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഈ സെക്കൻഡ് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഡാമിൻ്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഡാമിൻ്റെ കേസിൽ നമ്മൾ ഇതുപോലെ ഒരു വാട്ടർ സീപ്പേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ, വാട്ടർ സീപ്പേജാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. ഇതുവഴി ഇങ്ങനെ വാട്ടർ ഇങ്ങനെ ഫൗണ്ടേഷൻ ലെവലിൽ ഇങ്ങനെ വാട്ടർ ഇങ്ങനെ പോകുമായിരിക്കും. അപ്പോൾ അങ്ങനെ പോയിക്കഴിഞ്ഞാൽ ദി വാട്ടർ സീപ്പിംഗ് ബിലോ ദി സ്ട്രക്ചർ എക്സേർട്സ് ആൻഡ് അപ്ലിഫ്റ്റ് പ്രഷർ ഓൺ ദി ഫ്ലോർ ഓഫ് ദി സ്ട്രക്ചർ.
അതായത് ഈ താഴോട്ട് ഇറങ്ങി ചെല്ലുന്ന വെള്ളം ഇതിലോട്ട് ഈ സ്ട്രക്ചറിലോട്ട്, അതായത് ഇപ്പോൾ ഒരു ഡാം ആണെങ്കിൽ ഡാമിലോട്ട് എന്ത് പറ്റും, ഒരു അപ്ലിഫ്റ്റ് പ്രഷർ, മേളിലോട്ട് ഒരു അപ്ലിഫ്റ്റ് പ്രഷർ എക്സേർട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു അപ്ലിഫ്റ്റ് പ്രഷറിനെ കൗണ്ടർ ബാലൻസ് ചെയ്യണം. മേളിലോട്ട് പോകുന്ന അപ്ലിഫ്റ്റ് പ്രഷറിനെ കൗണ്ടർ ബാലൻസ് ചെയ്യേണ്ടത് എന്താണ്? കൗണ്ടർ ബാലൻസ് ചെയ്യേണ്ടത് ഈസ് കൗണ്ടർ ബാലൻസ്ഡ് ബൈ ദി വെയ്റ്റ് ഓഫ് ദി കോൺക്രീറ്റ് ഓഫ് മാസൻട്രി ഫ്ലോർ. അതായത് ഇത് കൗണ്ടർ ബാലൻസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഡാം ആണെങ്കിലോ അല്ലെങ്കിൽ ഏതൊരു സ്ട്രക്ചർ ആണെങ്കിലോ അതിൻ്റെ ഫൗണ്ടേഷനിലുള്ള ആ ഒരു കോൺക്രീറ്റ് ഉണ്ടല്ലോ, ഫൗണ്ടേഷൻ കോൺക്രീറ്റിൻ്റെ വെയ്റ്റാണ് ഇതിനെ കൗണ്ടർ ബാലൻസ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ സ്ട്രക്ചർ കൊളാപ്സ് ചെയ്യും. അതാണ് സ്ട്രക്ചർ വിൽ ഫെയിൽ ബൈ റപ്ചർ ഓർ പാർട്ട് ഓഫ് ദി ഫ്ലോർ എന്ന് പറയുന്നത്. സ്ട്രക്ചർ വിൽ ഫെയിൽ ബൈ റപ്ചർ എന്ന് പറഞ്ഞാൽ, റപ്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് സ്ട്രക്ചർ ബ്രേക്ക് ആവും, കൊളാപ്സ് ആവും, നടുക്ക് വെച്ച് അല്ലെങ്കിൽ അത് മുറിഞ്ഞു രണ്ടായിട്ട്. അതാണ് സ്ട്രക്ചർ വിൽ ഫെയിൽ ബൈ റപ്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഫെയിലർ ബൈ ഡയറക്റ്റ് അപ്ലിഫ്റ്റ്. അപ്പോൾ ഈ ഒരു ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം ഇത്രേ ഉള്ളൂ. ഈ സ്ട്രക്ചറിലോട്ട് ഇറങ്ങി ചെല്ലുന്ന വെള്ളം ഇതിലോട്ടൊരു അപ്ലിഫ്റ്റ് പ്രഷർ, ഈ ഫ്ലോറിലോട്ട് ഒരു അപ്ലിഫ്റ്റ് പ്രഷർ എക്സേർട്ട് ചെയ്യും. ആ മേളോട്ട് കൊടുക്കുന്ന അപ്ലിഫ്റ്റ് പ്രഷർ കൗണ്ടർ ബാലൻസ് ചെയ്യുന്നില്ലെങ്കിൽ, എന്ത് കൗണ്ടർ ബാലൻസ് ചെയ്യുന്നില്ലെങ്കിൽ, ഈ സ്ട്രക്ചറിൻ്റെ കോൺക്രീറ്റിൻ്റെ വെയിറ്റ് കൗണ്ടർ ബാലൻസ് ചെയ്യുന്നില്ലെങ്കിൽ ആ സ്ട്രക്ചർ അവിടെ വെച്ച് ഫെയിലാവും. അതാണ് ഫെയിലർ ബൈ റപ്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് ഫെയിലർ, ഒന്ന് ഫെയിലർ ബൈ പൈപ്പിങ്ങും പിന്നെ ഇത് ഫെയിലർ ബൈ ഡയറക്റ്റ് അപ്ലിഫ്റ്റും. അപ്പോൾ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇത് ബേസ് ചെയ്ത് നമുക്ക് സീപ്പേജിൻ്റെ 3 തിയറീസ് ഉണ്ട്. ഒന്ന് ബ്ലൈക്സ് ക്രീപ്പ് തിയറി, പിന്നെ ലെയിൻ വെയ്റ്റഡ് ക്രീപ്പ് തിയറി, പിന്നെ കോസ്ലാസ് തിയറി. ഇതിനകത്ത് നിങ്ങൾക്കാകെ ഫസ്റ്റും തേർഡും മാത്രമേ ഉള്ളൂ, ബ്ലൈക്സ് ക്രീപ്പ് തിയറിയും കോസ്ലാസ് തിയറിയും മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സീപ്പേജ് തിയറിയിലുള്ള ഫസ്റ്റ് തിയറിയാണ് ബ്ലൈക്സ് ക്രീപ്പ് തിയറി എന്നുള്ളത്. ഇതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി. ഇത് വെച്ച് പ്രോബ്ലംസും ഉണ്ട്. അപ്പോൾ ആ തിയറി എന്ന് പറഞ്ഞാൽ, അക്കോർഡിംഗ് ടു ബ്ലൈക്സ് തിയറി, ദി പെർക്കുലേറ്റിംഗ് വാട്ടർ ഫോളോസ് ദി ഔട്ട്ലൈൻ ഓഫ് ദി ബേസ് ഓഫ് ദി ഫൗണ്ടേഷൻ ഓഫ് ദി ഹൈഡ്രോളിക് സ്ട്രക്ചർ. അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഹൈഡ്രോളിക് സ്ട്രക്ചർ നമ്മളൊരു പെർവിയസ് ഫൗണ്ടേഷനിൽ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വാട്ടർ സീപ്പേജ് ഉണ്ടാവും. ആ സീപ്പ് ചെയ്യുന്ന വാട്ടർ, അതായത് അതിനെയാണ് ഇവിടെ പെർക്കുലേറ്റിംഗ് വാട്ടർ എന്ന് പറയുന്നത്. ആ പെർക്കുലേറ്റിംഗ് വാട്ടർ അതെപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു പാത്ത് ഉണ്ടാവും. അത് ഫൗണ്ടേഷനിലോട്ട് ഈ വെള്ളം ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അത് ഫൗണ്ടേഷനിൽ അതെപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു പാത്തുണ്ട്. ആ പാത്ത് എന്നുള്ളത് അത് ഈ ഫൗണ്ടേഷൻ ബേസിൻ്റെ ഔട്ട്ലൈൻ ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അതായത് കറക്റ്റായിട്ട് നിങ്ങൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇതാണ് ഒരു ഹൈഡ്രോളിക് സ്ട്രക്ചർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫൗണ്ടേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു പോർഷനാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ എന്നുള്ളത്. അപ്പോൾ ആ ഫൗണ്ടേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ പെർക്കുലേറ്റ് ചെയ്ത് ഇറങ്ങുന്ന വാട്ടർ ഈ എയിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിലായിരിക്കും വന്ന് അവസാനിക്കുന്നത്. അതായത് ഇത് ഫോളോ ചെയ്യുന്ന പാത്താണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ആരോ മാർക്കിട്ട് കാണിച്ചിരിക്കുന്നില്ലേ, ആരോ മാർക്കിട്ട് ഇങ്ങനെ കാണിച്ചിരിക്കുന്ന ഈ ഒരു പാത്തായിരിക്കും ഇതിങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നത്. അപ്പോൾ അത് എയിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിൽ നിന്ന് ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ ഇത് ഈ ട്രാവൽ ചെയ്ത് ഇത്രയും ലെങ്ത് ഉണ്ടല്ലോ, എയിന്ന് ബി വരെ ഇത് ട്രാവൽ ചെയ്യുന്ന ആ ലെങ്തിനെയാണ് നമ്മൾ ക്രീപ്പ് ലെങ്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദി ക്രീപ്പ് എന്ന് പറയും. അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞ കാര്യം. അതായത് ഇത് ഫൗണ്ടേഷനിലോട്ട് ഈ വാട്ടർ, സീപ്പേജ് വാട്ടർ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അത് അവിടെ ഫോളോ ചെയ്യുന്നത് എപ്പോഴും ഫൗണ്ടേഷൻ്റെ ബേസ് ഔട്ട്ലൈൻ ആയിരിക്കും അത് ഫോളോ ചെയ്യുന്നത്. ഇനി ആ തിയറിയിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഇൻ അതർ വേർഡ്സ്, ദി വാട്ടർ ക്രീപ്സ് അലോങ് ദി ബോട്ടം കോണ്ടൂർ ഓഫ് ദി സ്ട്രക്ചർ. ദി ലെങ്ത് ഓഫ് ദി പാത്ത് ദസ് ട്രാവേഴ്സ്ഡ് ബൈ വാട്ടർ ഈസ് കോൾഡ് ദി ലെങ്ത് ഓഫ് ദി ക്രീപ്പ് എൽ. അതാണ് ഞാൻ നേരത്തെ കാണിച്ചത്. എയിന്ന് ബി വരെ അത് ട്രാവൽ ചെയ്യുന്ന ഒരു പാത്ത്, ആ പാത്ത് ആരോ മാർക്ക് വെച്ച് കാണിച്ചിരിക്കുന്ന ആ പാത്തിനെയാണ് നമ്മൾ ക്രീപ്പ് ലെങ്ത് എന്ന് പറയുന്നത്. ഫർദർ ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ഇൻ ദിസ് തിയറി ദി ലോസ് ഓഫ് ഹെഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ലെങ്ത് ഓഫ് ദി ക്രീപ്പ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഹെഡ് ലോസ് എന്നുള്ളത്, അതായത് ഇപ്പോൾ ഹെഡ് ലോസ് നമ്മൾ HL എന്നാണ് നമ്മളെപ്പോഴും പറയുന്നത്. ഹെഡ് ലോസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദി ലെങ്ത് ഓഫ് ദി ക്രീപ്പ് എന്ന് വരും. അപ്പോൾ അതിനകത്ത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഹെഡ് ലോസ് ഡിവൈഡഡ് ബൈ എൽ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത്. അതാണ് നേരത്തെ അവിടെ കാണിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് അസ്യൂം ദാറ്റ് ദി ലോസ് ഓഫ് ഹെഡ്, അത് ഹെഡ് ലോസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ലെങ്ത് ഓഫ് ദി ക്രീപ്പ്. അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇഫ് HL ഈസ് ദി ടോട്ടൽ ഹെഡ് ലോസ് ബിറ്റ്വീൻ ദി അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം ആൻഡ് L ഈസ് ദി ലെങ്ത് ഓഫ് ദി ക്രീപ്പ്, ദെൻ ദി ലോസ് ഓഫ് ഹെഡ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദി ക്രീപ്പ് ലെങ്ത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ HL/L ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. ആ കോൺസ്റ്റൻ്റ് ആണ് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ബ്ലൈസ് ക്രീപ്പ് തിയറി ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ പെർക്കുലേറ്റ് ചെയ്യുന്ന വാട്ടർ ഫോളോ ചെയ്യുന്ന ഒരു പാത്ത്, അത് ഫസ്റ്റ് സെൻറ്റൻസിൽ പറഞ്ഞു. പിന്നെ ഇതിനകത്ത് പറയുന്ന ഹെഡ് ലോസ് എന്നുള്ള ക്രീപ്പ് ലെങ്തുമായിട്ട് പ്രൊപ്പോർഷനാണ്. അപ്പോൾ HL/L എന്നുള്ളത് ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ആയിരിക്കും. പിന്നെ ഈ ഫിഗർ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് നമ്മൾ ഈ ക്രീപ്പ് ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കണം. ഇതിനകത്ത് ക്രീപ്പ് ലെങ്ത് നോക്കിക്കഴിഞ്ഞാൽ
ഇപ്പോൾ നോക്കി ഇവിടെ കൺസിഡർ സെക്ഷൻ ഷോൺ ഇൻ ഫിഗർ എബവ് ലെറ്റ് എച്ച് എൽ ഈസ് ദി ഡിഫറൻസ് ഓഫ് വാട്ടർ. അവിടെയാണ് ഹെഡ് ലോസ് ആണ് എച്ച് എൽ എന്നുള്ളത്. വാട്ടർ വിൽ സീപ്പ് അലോങ് ദി ബോട്ടം കോണ്ടൂർ ആസ് ഷോൺ ബൈ ആരോസ്. ഇറ്റ് സ്റ്റാർട്ട് പെർക്കുലേറ്റിംഗ് അറ്റ് എ ആൻഡ് എമർജസ് അറ്റ് ബി. അതായത് എയിൽ സ്റ്റാർട്ട് ചെയ്ത് ബിയിലായിരിക്കും ഈ ക്രീപ്പ് ലെന്ത് വന്ന് അവസാനിക്കുന്നത്. അല്ലെങ്കിൽ ക്രീപ്പ് ലെന്ത് എന്ന് ഉദ്ദേശിക്കുന്ന ഈ വാട്ടർ ട്രാവൽ ചെയ്യുന്ന ആ പാത്ത് ഒരു സ്പെഷ്യൽ പാറ്റേണിലായിരിക്കും പോകുന്നത്. അപ്പോൾ അത് എത്രയാണെന്ന് നിങ്ങൾ നോക്കുക. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ടോട്ടൽ ലെങ്ത് ഓഫ് ദി ക്രീപ്പ് ഈസ് ഗിവൺ ബൈ എൽ ഈസ് ഈക്വൽ ടു, ഇപ്പോൾ എയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ആരോ മാർക്ക് എവിടെയൊക്കെയാണ് വരുന്നതെന്നുള്ള കാര്യം നോക്കുക. ഈ ആരോ മാർക്ക് വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഈ എയിൽ നിന്ന് ഇത് സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്ന് ഇവിടം വരെ വന്നു. അതായത് ആ ഒരു 3 വെർട്ടിക്കൽ കട്ട് ഓഫാണ് നമുക്ക് താഴെ ഉള്ളത്. ഇവിടെ ഒരു വെർട്ടിക്കൽ കട്ട് ഓഫ് ഉണ്ട്, ഇവിടെ ഒരു വെർട്ടിക്കൽ കട്ട് ഓഫ് ഉണ്ട്, ഇവിടെ ഒരു വെർട്ടിക്കൽ കട്ട് ഓഫ് ഉണ്ട്. അപ്പോൾ ആ 3 വെർട്ടിക്കൽ കട്ട് ഓഫിൻ്റെ ലെങ്തും കാര്യങ്ങളും അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ 2 D1 വെർട്ടിക്കൽ കട്ട് ഓഫിൻ്റെ ഡെപ്ത് എന്നുള്ള D1 ആണ്. അപ്പോൾ 2 D1 കൂടെ ഇത് പാസ് ചെയ്തു. ഒന്ന് ഇവിടെ നിന്ന് ഇത്രയും വന്നപ്പോൾ D1, വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ D1. അപ്പോൾ D1 പ്ലസ് D1 അതാണ് ഒന്ന്. പിന്നെ അത് ട്രാവൽ ചെയ്ത ഒരു ഡിസ്റ്റൻസ് എന്നുള്ളത് പിന്നെ ഇവിടുന്ന് ഇവിടം വരെ ട്രാവൽ ചെയ്തു. അതാണ് L1 എന്നുള്ളത്. വീണ്ടും L1 നിന്ന് താഴോട്ട് വന്നിട്ട് വീണ്ടും ഇങ്ങോട്ട് വന്നു. അത് D2 ആണ്. അപ്പോൾ 2 D2 അത് ഫോളോ ചെയ്തിട്ടുണ്ട്. D2 നിന്ന് വീണ്ടും ഇവിടം വരെ L2, അവിടുന്ന് വീണ്ടും താഴോട്ട് വീണ്ടും മേളിലോട്ട്. അപ്പോൾ അവിടെ വീണ്ടും D3 2 D3 അത് പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെയാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. L ഈസ് ഈക്വൽ ടു D1 പ്ലസ് D1 പ്ലസ് L1 പ്ലസ് D2 എന്നുള്ള ഈ ഒരു ഇക്വേഷൻ കണ്ടില്ലേ. അപ്പോൾ ഓരോ വെർട്ടിക്കൽ കട്ട് ഓഫിൻ്റെ ഡെപ്ത് എന്നുള്ള D1 ആണ്. അപ്പോൾ 2 സൈഡും പോകുന്നുണ്ട്. ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിൽ വരുന്നുണ്ട്. അപ്പോൾ രണ്ടായിട്ട് നമ്മൾ കൂട്ടും D1 പ്ലസ് D1. അപ്പുറത്തെ വെർട്ടിക്കൽ കട്ട് ഓഫ് നോക്കുമ്പോൾ അത് D2 പ്ലസ് D2. മൂന്നാമത്തെ നോക്കുമ്പോൾ അത് D3 പ്ലസ് D3. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ വരുന്നത് L1, പിന്നെ ഇവിടെ L2. ഇതെല്ലാം കൂടെ കൂട്ടിയാണ് നമ്മൾ ടോട്ടൽ ലെങ്ത് ഓഫ് ദി ക്രീപ്പ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഫൈനലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഈ രീതിയിൽ നിങ്ങൾക്ക് ഇക്വേഷൻ വരും. ഈ രീതിയിൽ ഇക്വേഷൻ വരുന്ന നോക്കിക്കഴിഞ്ഞാൽ L1 പ്ലസ് L2 എന്നുള്ളത് ഈ ഫസ്റ്റ് വെർട്ടിക്കൽ ക്രീപ്പ് ചെയ്യുന്ന ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ്, ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് ആ പറയുന്നത്. ആ ടോട്ടൽ ഡിസ്റ്റൻസ് എന്നുള്ള B ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് L1 പ്ലസ് L2 എന്നുള്ളത് B ആണ്, പ്ലസ് 2 ഇൻറ്റു D1 പ്ലസ് D2 പ്ലസ് D3. അപ്പോൾ ഇത്രയാണ് ടോട്ടൽ ലെങ്ത് ഓഫ് ദി ക്രീപ്പ് എന്നുള്ളത്. ഇതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഇപ്പം ടോട്ടൽ ലെങ്ത് ഓഫ് ദി ക്രീപ്പ് നമ്മൾ കണ്ടുപിടിച്ചു. L ഈസ് ഈക്വൽ ടു B പ്ലസ് 2 ഇൻറ്റു D1 പ്ലസ് D2 പ്ലസ് D3 നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് എന്നുള്ള HL ഡിവൈഡ് ബൈ L എന്ന് പറഞ്ഞു. ആ L എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ കണ്ടുപിടിച്ചിരിക്കുന്നത് B പ്ലസ് 2 ഇൻറ്റു D1 പ്ലസ് D2 പ്ലസ് D3. അപ്പോൾ നമുക്കിവിടെ ഹെഡ് ലോസ് പെർ യൂണിറ്റ് ലെങ്ത് അല്ലെങ്കിൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റിന് എങ്ങനെ എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് ഈക്വൽ ടു HL ഡിവൈഡ് ബൈ L. ആ L ആണ് ഈ B പ്ലസ് 2 ഇൻറ്റു D1 പ്ലസ് D2 പ്ലസ് D3 എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. പിന്നെ ഇവിടെ ഹെഡ് ലോസ് 3 വെർട്ടിക്കൽ കട്ട് ഓഫിലും ഈ പറയുന്ന ഹെഡ് ലോസ് ഉണ്ടാകും. അപ്പോൾ HL ബൈ L എന്നുള്ളതാണ് ഹെഡ് ലോസ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ ഈ ഓരോ വെർട്ടിക്കൽ കട്ട് ഓഫിലുണ്ടാകുന്ന ഹെഡ് ലോസിനെ നമ്മൾ എടുത്ത് എഴുതണം. അപ്പോൾ ഈ ഫസ്റ്റ് വെർട്ടിക്കൽ കട്ട് ഓഫിൽ എഴുതുന്ന അതിൻ്റെ ഫസ്റ്റ് വെർട്ടിക്കൽ കട്ട് ഓഫിൻ്റെ ലെങ്ത് എന്നുള്ള എന്ത് വേണം? D1 പ്ലസ് D1 അല്ലെങ്കിൽ 2D1 ആണ്. അപ്പോൾ അതിൻ്റെ ഹെഡ് ലോസ് എന്നുള്ളത് HL ബൈ L ഇൻറ്റു 2D1 എന്ന് വരും. അതാണ് ഈ കാണിച്ചിരിക്കുന്നത് HL ബൈ L ഇൻറ്റു 2D1. ഇനി രണ്ടാമത്തെ വെർട്ടിക്കൽ കട്ട് ഓഫ്, ഈ ഒരു വെർട്ടിക്കൽ കട്ട് ഓഫിൻ്റെ ഹെഡ് ലോസ് എന്തായിരിക്കും? HL ബൈ L ഇൻറ്റു 2D2. അതുപോലെ മൂന്നാമത്തിൻ്റെ HL ബൈ L ഇൻറ്റു 2D3. അപ്പോൾ ഇത് മൂന്നുമാണ് വെർട്ടിക്കൽ കട്ട് ഓഫിൻ്റെ ഹെഡ് ലോസ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു നമ്മൾ കണ്ടുപിടിച്ച ഈ ഹെഡ് ലോസ്, ഈ 3 വെർട്ടിക്കൽ കട്ട് ഓഫിൻ്റെയും ഹെഡ് ലോസ് നമുക്കിവിടെ മാർക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു ചെറിയൊരു വെർട്ടിക്കൽ ലൈൻ വരുന്നുണ്ട്. ആ വെർട്ടിക്കൽ ലൈനാണ് അവിടെ HL ബൈ L ഇൻറ്റു 2D1 എന്നുള്ള അതിൻ്റെ ഹെഡ് ലോസ്. അതുപോലെ തന്നെ ഈ സെക്കൻഡ് കട്ട് ഓഫ്, ഈ വെർട്ടിക്കൽ കട്ട് ഓഫിൻ്റെ ഹെഡ് ലോസ് ആണ് നമ്മൾ ഇതിൻ്റെ മേളിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ HL ബൈ L ഇൻറ്റു 2D2 എന്നുള്ളത്. അതുപോലെ മൂന്നാമത്തെ വെർട്ടിക്കൽ കട്ട് ഓഫിൻ്റെ ഒരു ചെറിയ വെർട്ടിക്കൽ ലൈനാണ് നമ്മൾ മേളിൽ HL ബൈ L ഇൻറ്റു 2D3 എന്ന് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ മൂന്നും കൂടെ ജോയിൻ ചെയ്യുന്ന ഈ ലൈൻ ഉണ്ടല്ലോ, ഈ വന്നിരിക്കുന്ന ഈ ലൈനെയാണ് നമ്മൾ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ HGL ലൈൻ എന്ന് പറയുന്നത്. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇത് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ. ദി HGL ലൈൻ ക്യാൻ ദെൻ ബി ഡ്രോൺ ആസ് ഷോൺ ഇൻ ഫിഗർ എബോവ് എന്ന് പറയുന്നത്.
അപ്പോൾ എച്ച് ജി ലൈനാണ് ഈ 3 ഹെഡ് ലോസ്, ഈ 3 വെർട്ടിക്കൽ കട്ട് ഓഫിൻ്റെ ഹെഡ് ലോസിൽ കൂടെ പാസ് ചെയ്യുന്ന ഈ ലൈനെയാണ് നമ്മൾ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫിഗർ പ്ലസ് ലെങ്ത്, ഈ ബ്ലൈക്സ് തിയറി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതണം. അതായത് ആ ഫിഗർ വരച്ച് എന്താണ് ബ്ലൈക്സ് തിയറിനകത്തുള്ളത്, പിന്നെ ടോട്ടൽ ക്രീപ്പ് ലെങ്ത് എന്തുവാണെന്ന് എഴുതണം, L ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് വെച്ചാൽ കണ്ടുപിടിച്ച് എഴുതണം. പിന്നെ ഈ ഫിഗർ വരച്ചിട്ട് ഇതിനകത്ത് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈനും കൂടെ നിങ്ങൾ വരയ്ക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൈക്സ് തിയറി കംപ്ലീറ്റ് ആവും. അതുപോലെ തന്നെ ഇപ്പോൾ ബ്ലൈക്സ് തിയറി പറയുന്ന വേറെ 2 കാര്യങ്ങളുണ്ട്. നേരത്തെ നമ്മൾ 2 ഫെയിലേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. ഒന്ന് ഫെയിലർ ബൈ പൈപ്പിങ്ങും പിന്നെ അപ്ലിഫ്റ്റ് പ്രഷറും, 2 ഫെയിലേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 2 ഫെയിലേഴ്സിനെ നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് സേഫ്റ്റി അഗെയിൻസ്റ്റ് പൈപ്പിംഗ് ഓർ അണ്ടർമൈനിങ്. ആ ഒരു ഫെയിലറിനെ നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്ന്. അതാണ് അക്കോർഡിംഗ് ടു ബ്ലൈക്സ് ദി സേഫ്റ്റി അഗെയിൻസ്റ്റ് പൈപ്പിംഗ് ക്യാൻ ബി എൻഷ്യൂർഡ് ബൈ പ്രൊവൈഡിങ് സഫിഷ്യൻറ്റ് ക്രീപ്പ് ലെങ്ത് ഗിവൺ ബൈ L ഈസ് ഈക്വൽ ടു CHL. അപ്പോൾ നമ്മളൊരു സഫിഷ്യൻറ്റ് ക്രീപ്പ് ലെങ്ത്, ബ്ലൈക്സ് എന്നുള്ള ആൾ പറയുന്ന കാര്യമാണ്, സഫിഷ്യൻറ്റ് ക്രീപ്പ് ലെങ്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പറയുന്നൊരു ഇക്വേഷനാണ്, ബ്ലൈക്സ് പറയുന്നൊരു ഇക്വേഷനാണ്. ഇപ്പോൾ L ഈസ് ഈക്വൽ ടു ക്രീപ്പ് ലെങ്ത് ഈസ് ഈക്വൽ ടു C ഇൻറ്റു HL. HL എന്നുള്ള ഹെഡ് ലോസ് ആണ്. അപ്പോൾ അങ്ങനെ വേർ C ഈസ് ദി ബ്ലൈക്സ് കോയിഫിഷ്യൻറ്റ്. അപ്പോൾ ഇതിനകത്ത് C എന്നുള്ളത് ബ്ലൈക്സ് കോയിഫിഷ്യൻ്റ് ആണ്, സോയിലിൻ്റെ ബ്ലൈക്സ് കോയിഫിഷ്യൻറ്റ്. അപ്പോൾ അതിൻ്റെ ഓരോ വാല്യൂസാണ് ഈ കൊടുത്തിരിക്കുന്നത്. താഴെ കൊടുത്തിട്ടുണ്ട് ടൈപ്പ് ഓഫ് സോയിൽ വെച്ച് അതിൻ്റെ ഓരോ വാല്യൂ ഓഫ് സിയും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് സേഫ് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് എത്രയാണെന്നും കൊടുത്തിട്ടുണ്ട്. സേഫ് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ഷുഡ് ബി ലെസ് ദാൻ, ഈ ഓരോ വാല്യൂസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമ്മൾ സഫിഷ്യൻറ്റ് ക്രീപ്പ് ലെങ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പൈപ്പിംഗ് എന്നുള്ള ഈ ഫെയിലറിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതാണ് എഴുതിയിരിക്കുന്നത് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ദാറ്റ് ഈസ് HL by L is equal to 1 by C. Hence it may be stated that the hydraulic gradient must be kept under a safe limit in order to ensure safety against piping. That is HL by L, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. HL by L should be less than or equal to 1 by C എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് സീൻ്റെ വാല്യൂ ആണോ ഓരോന്നിൻ്റെ സീൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. അതിൽ സേഫ് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ഷുഡ് ബി ലെസ് ദാൻ എത്രയാണെന്നുള്ള ആ ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. ഓരോ ടേംസും കൊടുത്തിട്ടുണ്ട്, ഓരോ വാല്യൂസും കൊടുത്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള ക്രീപ്പ് ലെങ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പൈപ്പിങ്ങിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇതാണ് സേഫ്റ്റി അഗെയിൻസ്റ്റ് പൈപ്പിങ്ങിൻ്റെ കേസിൽ പറയുന്ന കാര്യങ്ങൾ. ഇതിൽ ഇനി അടുത്ത സേഫ്റ്റി എന്നുള്ള സേഫ്റ്റി അഗെയിൻസ്റ്റ് അപ്ലിഫ്റ്റ് പ്രഷറാണ്. അപ്പോൾ ഇവിടെ ദി ഓർഡിനേറ്റ്സ് ഓഫ് ദി ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ എബവ് ദി ബോട്ടം ഓഫ് ദി ഫ്ലോർ റെപ്രസെൻറ്റ്സ് ദി റെസിഡ്യൂവൽ അപ്ലിഫ്റ്റ് വാട്ടർ ഹെഡ് അറ്റ് ഈച്ച് പോയിൻറ്റ്. അതായത് നിങ്ങൾ നേരത്തെ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ ഫിഗറിൽ. അപ്പോൾ ഇവിടെ ഈ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈനിൻ്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിൻറ്റ്, ഈ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇരിക്കുന്നതാണ് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ. ഈ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈനിൻ്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിൻറ്റിൻ്റെ ഓർഡിനേറ്റ്, ഇപ്പോൾ സപ്പോസ് ഈ ആരോ കാണിച്ചിരിക്കുന്ന ഇവിടെ ഒരു പോയിൻറ്റ് ഞാൻ എടുക്കുകയാണ്. ഇവിടെ ഒരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഈ അതിൻ്റെ ഡെപ്ത് ആയിരിക്കും ആ പോയിൻറ്റിൽ, ആ ഒരു ഡെപ്ത്, അതായത് ഈ ബോട്ടം ഫ്ലോറിൽ നിന്ന് ആ ഒരു പോയിൻ്റ് വരെയുള്ള ഡെപ്ത് ആയിരിക്കും അവിടെ ആക്ട് ചെയ്യുന്ന അപ്ലിഫ്റ്റ് വാട്ടർ ഹെഡ് എന്നുള്ളത്. അതുപോലെ ഏതൊരു പോയിൻ്റ് എടുത്താലും അവിടുന്ന് ഇപ്പോൾ സപ്പോസ് ഇവിടെയാണ് പോയിൻ്റ് എടുക്കുക, മേളിലാണ് പോയിൻ്റ് എടുക്കുന്നതെങ്കിൽ ആ മേളിൽ പോയിൻ്റിൽ നിന്നുള്ള, ഇപ്പോൾ മേളിൽ പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ മേളിൽ പോയിൻ്റ് എടുത്ത് അവിടെ നിന്നുള്ള ഈ ഒരു ബോട്ടം ഫ്ലോറിൽ നിന്ന് ആ ഒരു പോയിൻ്റ് വരെയുള്ള ആ ഹൈറ്റ്, ആ ഒരു ഹൈറ്റ് ആയിരിക്കും ആ പർട്ടിക്കുലർ പോയിൻ്റ് ആക്ട് ചെയ്യുന്ന അപ്ലിഫ്റ്റ് വാട്ടർ ഹെഡ് എന്നുള്ളത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ if at any point the ordinate of the hydraulic gradient line above the bottom of the floor is 1 meter, then 1 meter head of water will act as the uplift at that point. അതായത് നമ്മൾ എടുക്കുന്ന ആ ഒരു പോയിന്റ്, ഇപ്പോൾ എടുത്ത ആ ഡെപ്ത് ഇപ്പോൾ 1 മീറ്റർ ആണ് ഇപ്പോൾ ഡെപ്ത് വന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം 1 മീറ്റർ വാട്ടർ ഹെഡ് ആയിരിക്കും അവിടെ അപ്ലിഫ്റ്റ് ആയിട്ട് ആ പോയിന്റിൽ ആക്ട് ചെയ്യുന്നത്. If h dash meter is this ordinate, then water pressure equal to h dash meters will act at this point and has to be counterbalanced by the weight of the floor of thickness say T എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇഫ് എച്ച് ഡാഷ് മീറ്റർ ആണ് അവിടുത്തെ ഓർഡിനേറ്റ് എങ്കിൽ ഈ എച്ച് ഡാഷ് വാട്ടർ പ്രഷർ ആയിരിക്കും ആ പോയിന്റിൽ ആക്ട് ചെയ്യുന്നത്. അങ്ങനെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫെയിലറിൻ്റെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ അപ്ലിഫ്റ്റ് പ്രഷറിനെ നമ്മൾ കൗണ്ടർ ബാലൻസ് ചെയ്യുന്നത് എന്ത് വെച്ചായിരിക്കണം കൗണ്ടർ ബാലൻസ് ചെയ്യുന്നത്? ആ വെയിറ്റ് ഓഫ് ദി ഫ്ലോർ വെച്ചായിരിക്കണം അതിനെ കൗണ്ടർ ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വെയിറ്റ് ഓഫ് ദി ഫ്ലോർ ഓഫ് തിക്നെസ് സേ ടി നമ്മൾ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്, ആ ബോട്ടം ഫ്ലോറിലോട്ട് ആക്ട് ചെയ്യുന്ന വാട്ടർ പ്രഷറിനെ, അപ്ലിഫ്റ്റ് വാട്ടർ പ്രഷറിനെ നമ്മൾ കൗണ്ടർ ബാലൻസ് ചെയ്യുന്നത് ആ ഒരു ഫ്ലോറിൻ്റെ തിക്നെസ്, ആ ഫ്ലോറിൻ്റെ തിക്നെസ് തിക്നെസ് ഉള്ള ഒരു ഫ്ലോറിൻ്റെ വെയിറ്റ് വെച്ചായിരിക്കും കൗണ്ടർ ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളുമാണ് എഴുതിയിരിക്കുന്നത് ഇവിടെ. അതാണ് ദെയർഫോർ അപ്ലിഫ്റ്റ് പ്രഷർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈസ് ഈക്വൽ ടു യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു ആ ഒരു അപ്ലിഫ്റ്റ് വാട്ടർ ഹെഡ് ആയിരിക്കും. അതാണ് അപ്ലിഫ്റ്റ് പ്രഷർ ഈസ് ഈക്വൽ ടു ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് ഡാഷ് എന്ന് ഇട്ടിരിക്കുന്നത്. ഗാമ ഡബ്ല്യു എന്നുള്ള യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ആണ്, എച്ച് ഡാഷ് എന്നുള്ള നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു വാട്ടർ പ്രഷർ ഹെഡാണ്.
അപ്പോൾ അതിനെ കൗണ്ടർ ബാലൻസ് ചെയ്യുന്ന ഡൗൺവേർഡ് പ്രഷർ എന്തായിരിക്കും? ഡൗൺവേർഡ് പ്രഷർ എന്നുള്ള ആ തിക്നെസ് വെച്ചായിരിക്കും. അതാണ് ഗാമ ഡബ്ല്യു ഇൻറ്റു ജി. ആ ഗാമ ഡബ്ല്യു ഇൻറ്റു ജി എന്ന് എടുത്തിരിക്കുന്നതാണ് അവിടെ ആക്ട് ചെയ്യുന്ന യൂണിറ്റ് വെയിറ്റ് ഓഫ് ദി മെറ്റീരിയൽ. ആ ഫ്ലോർ തിക്നെസ്സിലുള്ള ആ മെറ്റീരിയലിൻ്റെ യൂണിറ്റ് വെയിറ്റ് ആണ് ഗാമ ഡബ്ല്യു ഇൻറ്റു ജി. അത് ഇൻറ്റു തിക്നെസ് ആയിരിക്കും. തിക്നെസ്സിലായിരിക്കും അവിടെ ആക്ട് ചെയ്യുന്ന വാട്ടർ ഹെഡ്. അപ്പോൾ ഇൻറ്റു ടി. അപ്പോൾ ഇൻറ്റു ഇക്വിലിബ്രിയം വെച്ച് നോക്കുമ്പോഴത്തേക്ക് രണ്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എസ് ഡാഷ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു ടി എന്ന് കിട്ടും. പിന്നെ സബ്ട്രാക്റ്റിംഗ് ടി ഓൺ ബോത്ത് സൈഡ്സ് വി ഗെറ്റ് എസ് ഡാഷ് മൈനസ് ടി ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു ജി മൈനസ് 1. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തിക്നെസ് എത്രയായിട്ട് കിട്ടും? ടി ഈസ് ഈക്വൽ ടു എസ് ഡാഷ് മൈനസ് ടി ഡിവൈഡ് ബൈ ജി മൈനസ് 1 എന്ന് വരും. ആ എച്ച് ഡാഷ് മൈനസ് ടി എന്നുള്ളത് നമ്മൾ എച്ച് ആയിട്ട് എടുത്തിരിക്കുവാണ്. അപ്പോൾ ഫൈനലി തിക്നെസ് ഈസ് ഈക്വൽ ടു എച്ച് ബൈ ജി മൈനസ് 1 എന്ന് വരും. അപ്പോൾ ഇതായിരിക്കണം ആ ഒരു ഫ്ലോർ തിക്നെസ്, എച്ച് ബൈ ജി മൈനസ് 1. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് എക്സാമിന് ചോദിക്കും, അത് പ്രൂവ് ചെയ്ത് എടുക്കാൻ പറയും. അപ്പോൾ ഒരു അപ്ലിഫ്റ്റ് പ്രഷർ ചെയ്യുന്ന ഒരു സേഫ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷന് വേണ്ട ഒരു തിക്നെസ് ആണ് നമ്മൾ ഈ കണ്ടുപിടിച്ചിരിക്കുന്നത്, എച്ച് ബൈ ജി മൈനസ് 1 എന്നുള്ളത്. ഇത് ജി എന്നുള്ള സ്പെസിഫിക് സബ്മേഴ്സ്ഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദി ഫ്ലോർ മെറ്റീരിയലാണ് ജി മൈനസ് 1 എന്നുള്ളത്. അതുപോലെ എച്ച് ഡാഷ് മൈനസ് ടി എന്നുള്ളത് എച്ച് ആണ്, അതായത് ഓർഡിനേറ്റ് ഓഫ് ദ ഹൈഡ്രോളിക് റേഡിയൽ ലൈൻ എബവ് ദി ടോപ്പ് ഓഫ് ദി ഫ്ലോർ. ആ ഫ്ലോറിൻ്റെ ടോപ്പിൽ നിന്ന് ആ ഒരു ഓർഡിനേറ്റ് വരെയുള്ള ഒരു ഹൈറ്റിനെയാണ് നമ്മൾ എച്ച് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ തിക്നെസ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. Hence the thickness of the floor can easily be determined by the above equation, generally increased by 33% so as to allow a suitable factor of safety. ഇതിനെ നമ്മളൊരു 33% ഇൻക്രീസ് ചെയ്യും. നമ്മളൊരു ഫാക്ടർ ഓഫ് സേഫ്റ്റിയും കൂടെ നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഒരു 33% കൂടെ ഇൻക്രീസ് ചെയ്യും. പക്ഷേ ഇക്വേഷനായിട്ട് നമ്മൾ കാണിക്കുന്ന എപ്പോഴും തിക്നെസ് ഈസ് ഈക്വൽ ടു എച്ച് ബൈ ജി മൈനസ് 1 എന്നായിരിക്കും. അപ്പോൾ ഈ ഫ്ലോർ തിക്നെസ് നമ്മൾ എപ്പോഴും ഡിസൈൻ ചെയ്യുന്നത് ഈ മേളത്തെ ഇക്വേഷൻ വെച്ചായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് സേഫ്റ്റി അഗെയിൻസ്റ്റ് അപ്ലിഫ്റ്റ് പ്രഷർ നമ്മൾ എടുക്കുന്നത്.